ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന ടോപ്പിക്ക്, മിക്കവാറും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി നമുക്ക് യൂസ്ഫുള്ളായ ഒരു ആപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് വെയർ ഈസ് മൈ ട്രെയിൻ എന്നാണ് ആ ആപ്പിൻ്റെ പേര്. അപ്പോൾ ഇതെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. വളരെ യൂസ്ഫുള്ളായ ഒരു ആപ്പാണിത്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, എന്നിട്ട് അടിച്ചു കൊടുക്കുക, വെയർ ഈസ് മൈ ട്രെയിൻ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെ ഒരു സിമ്പിൾ വരും, ബ്ലൂ സിമ്പിൾ കണ്ടോ, ഈ സിമ്പിൾ വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് അതുകൊണ്ടാണ് ഓപ്പൺ വരുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് നെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ പോലും ഇതിപ്പോൾ നിനക്ക് കൊല്ലത്തുനിന്ന് കണ്ണൂരോ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഏതൊക്കെ ട്രെയിനുകളുണ്ട് എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, ജസ്റ്റ് ഞാൻ അടിക്കുകയാണ്. ഇപ്പോൾ അത് നെറ്റ് കണക്ഷൻ ഉണ്ട്, നെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുമാത്രമല്ല, ഏതൊക്കെ ട്രെയിനുകളുണ്ട് എന്നറിയാൻ പറ്റും. അപ്പം പിന്നെ നിങ്ങൾക്ക് അഥവാ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ തന്നെ നിങ്ങളിപ്പം ഒരു ട്രെയിനിൽ ഇപ്പോൾ എവിടെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ആപ്പ് കൊണ്ട് പറ്റുന്നതായിരിക്കും. അതായത് ഇതിന് ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കും. പിന്നെ അതല്ല, ഇൻ്റർനെറ്റ് അഥവാ നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ ഇത് സെൽ ടവർ ഉപയോഗിച്ചും കണ്ടുപിടിക്കും. പിന്നെ അതും മാത്രമല്ല, സെൽ ടവർ ഇല്ലെങ്കിൽ നിങ്ങൾ സെല്ലിപ്പം ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിരിക്കുന്നതെങ്കിൽ തന്നെ ഇത് GPS വെച്ചിട്ട് കണ്ടുപിടിക്കും. അപ്പം നിങ്ങൾ ഞാനിപ്പം ഒന്ന് മലബാർ എക്സ്പ്രസ് എടുത്ത് നോക്കാം. അപ്പം ഇവിടെ കണ്ടോ, അപ്പോൾ ഇവിടെ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് കൂടി ഇവർ രേഖപ്പെടുത്തുന്നുണ്ട്. കണ്ടോ, പ്ലാറ്റ്ഫോം നമ്പർ കോട്ടയം പ്ലാറ്റ്ഫോം നമ്പർ 1, അവിടെ വൈഫൈ കണക്ഷൻ ഉണ്ട്, അതുകൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. വൈഫൈ ഈ സിമ്പിളുണ്ട്, അത് വൈഫൈ ഉള്ളതിനാണ്. ഇപ്പോൾ തിരുവല്ല വൈഫൈ ഉണ്ട്, ഇത് കോട്ടയം ചങ്ങനാശ്ശേരി വൈഫൈ ഇല്ല, അതുകൊണ്ടാണ് ആ സിമ്പിൾ ഇല്ലാത്തത്. പ്ലാറ്റ്ഫോം കൂടി ഇവർ രേഖപ്പെടുത്തുന്നുണ്ട്, രണ്ടാമത്തെ പ്ലാറ്റ്ഫോമാണ്. വളരെ യൂസ്ഫുള്ളായ ആപ്പാണ്. ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും നല്ല ആപ്പായിട്ട് എനിക്ക് തോന്നിയതാണ് ഇത്. പിന്നെ ഇതിനകത്ത് ഇൻ്റർനെറ്റ് അല്ലാതെ ഇതിപ്പം വേറെ GPS വഴി ഇത് കണക്റ്റ് ആക്കും. അതുമാത്രമല്ല, സെൽ ടവർ വഴി പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾ ഇതാണ് കണ്ടോ, ആർ യു ഇൻസൈഡ് ദിസ് ട്രെയിൻ എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നീ കറക്റ്റ് എവിടെയാണെന്നുള്ള സെൽ ടവർ വെച്ചത് കണ്ടുപിടിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിത് കൊല്ലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ സെൽ ടവർ വെച്ചാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇൻ്റർനെറ്റാണ് ഇത് എടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ല യൂസ്ഫുള്ളായ ഒരു ആപ്പാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഇൻസ്റ്റാൾ ചെയ്യുക. ട്രെയിനിൽ പോകുന്നവർ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്താൽ മതി, നല്ല യൂസ് ഉള്ളൂ. അല്ലാത്തൊരു യൂസ് ചെയ്ത് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയിക്കുക, കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ട്രെയിനിൽ പോകുന്നവർക്ക് യൂസ്ഫുള്ളായ ഒരു ആപ്പ് പരിചയപ്പെടുത്തുന്നതിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി എൻ്റെ വീഡിയോകൾ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.